ഹലോ, ടെക്നയിലൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പെൻസി. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലെ നമ്മുടെ ബയോബിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇത് കിട്ടുന്നുവെങ്കിൽ വേസ്റ്റ് ആക്കരുതേ, അത് വാങ്ങിക്കണേ എന്ന് പറഞ്ഞിട്ട് ധാരാളം പേരതിൽ എന്താണ് പറയുന്നത്, പല സംശയങ്ങളും, കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയി. ഉം, ചുരുക്കം പേരേ ഉള്ളൂ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാര്. ബാക്കി എല്ലാവരും നന്നായി വളമുണ്ടാക്കുന്നു. പലർക്കും ഇത് കിട്ടിയിട്ടില്ല. അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്നു, കിട്ടിയിട്ടില്ല, എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, ഇങ്ങനെയൊക്കെ പല ചർച്ചകള് ആ പോസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മുളകിന്റെ തൈകൾ പിരിച്ച് നടാനായിട്ട് മണ്ണും കമ്പോസ്റ്റും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നതാണേ. അപ്പോൾ ബയോബിൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോടാണ് ആദ്യം ഞാൻ ഇത് ബയോബിൻ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ബേസനിൽ നിങ്ങൾ കാണുന്ന ബേസൻ ഉണ്ടല്ലോ, അതിനകത്തുണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ്. ഒട്ടും സ്മെല്ലുമില്ല, ഒന്നുമില്ല, ഇനോക്കുലവും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ആണത്. അപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ എപ്പോഴും എനിക്കൊരു അപ്ഡേറ്റ് വരുമായിരുന്നു. അബ്ദുൾ റഷീദ് അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ആ കറക്റ്റ് നെയിം നോക്കിയിട്ട് എനിക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു അപ്ഡേറ്റും വരുന്നില്ല. അല്ലാത്തപ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ആവശ്യത്തിന് നോക്കിയപ്പോട്ട് കാണുന്നില്ല. അപ്പം അദ്ദേഹം ഇതേക്കുറിച്ച് വളരെ വിശദമായി വീഡിയോസ് മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇനോക്കുലമോ ബാക്കി ഒന്നും ഇല്ലാതെ തന്നെ, ബയോബിനൊന്നും ഇല്ലാതെ തന്നെ ഒരു ബക്കറ്റോ ഇങ്ങനെയുള്ള പാത്രങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. വേറെ ഒന്നും ഇല്ല, നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അധികം വെള്ളമയം ഇല്ലാതെ ഇടുന്നതാവും ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ വെള്ളമയം ഇല്ലാതാക്കാൻ ചകിരിച്ചോറാണ് ഇട്ടുകൊടുത്തത്. അപ്പം ഞാൻ കഴിഞ്ഞ നമ്മുടെ പോസ്റ്റിൽ റിപ്ലൈ കൊടുത്തായിരുന്നു, ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയതെന്ന്. അതും വിശദമായിട്ട് ഞാൻ പറയാം. അതിന്റെ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ പല വ്ളോഗുകളിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഓരോ ദിവസവും ചെയ്യുന്ന അപ്ഡേറ്റുകൾ അതിനകത്ത് കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ അത് കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിൽ നിന്നും എടുത്ത ഫോട്ടോയാണ്, ഞാൻ ക്രോപ്പ് ചെയ്തെടുത്ത ഫോട്ടോയാണ് ഇത് കേട്ടോ. ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നമുക്ക് വളക്കടകളിലോ അല്ലെങ്കിൽ നമുക്ക് ചെടികളുടെ തൈകളൊക്കെ വിൽക്കുന്ന ഫാം ഉണ്ടല്ലോ, അവിടെ നിന്നോ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത ശേഷം, ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അത്രയും വെള്ളത്തിലൊന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല, ഉണങ്ങാൻ സമയമെടുക്കും. അത് കുറച്ച് വെള്ളത്തിൽ ഈ ബ്ലോക്ക് കുതിർത്ത് വെച്ച ശേഷം അത് കുറേശ്ശെ പൊടിച്ച് ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കി ഒരു ചാക്കിൽ കെട്ടിവെച്ചാൽ മതി. ഒത്തിരി നനഞ്ഞു പോയാൽ നമുക്ക് ഉണക്കിയെടുക്കാൻ ഇത്തിരി സമയം എടുക്കും. ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കുതിർത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കി ഒരു ചാക്കിൽ കെട്ടിവെച്ചിരുന്നു. വേസ്റ്റ് ഇട്ട ശേഷം കുറച്ച് ചകിരിച്ചോറിട്ട് ഇളക്കി അടച്ചു വെക്കും. അതിനകത്ത് നമ്മുടെ കടന്തലിന്റെ കൂട്ടുള്ള ഒരു കറുത്ത ഈച്ചയുണ്ട്. അത് വന്ന് മുട്ടയിട്ടാണ് അതിനകത്ത് ലാർവകളാവുന്നത്. അതിനുശേഷമാണ്, ആ ഒരു പാത്രം നിറഞ്ഞ ശേഷമാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്നും ഈ ബയോബിൻ കിട്ടുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തില്, ഞങ്ങളുടെ വാർഡില് ഓരോ പ്രാവശ്യവും ഇത് വരുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടും, വേണ്ടവര് അപേക്ഷ കൊടുക്കണമെന്ന്. ആധാറിന്റെ കോപ്പിയാണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടത്. 148 രൂപയായെന്ന് തോന്നുന്നു. 3 ഡ്രമ്മാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ കൂട്ടത്തില് ഞങ്ങൾക്ക് ഇനോക്കുലം മിക്സ്, എനിക്കൊന്ന് ചകിരിച്ചോറും ഇനോക്കുലം കൂടി മിക്സ് ആണ്. കാരണം ഞാൻ ഓൺലൈനൊക്കെ കണ്ടിട്ടുള്ളത് ഇനോക്കുലം ചെറിയ ബോട്ടിലിലാണ്. ഇനി അതിന്റെ മിക്സ് ആയിരിക്കും. നിങ്ങൾക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ, അറിയാവുന്നവർ പറയണേ. ഇനോക്കുലം ഇട്ടാൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം എനിക്ക് ഫീൽ ആയത്. അല്ലാതെ ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. എങ്കിലും ഇതിനകത്ത് ലാർവകൾ ധാരാളം വരുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം ഇത് പുഴുക്കൾ തിന്ന് തീർത്താണല്ലോ ഇത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരു കമന്റ് വന്നിരുന്നു, ഇത് മെനക്കേടാണ്, ഒരാൾ ഇതിന്റെ കൂടെ നിൽക്കണമെന്ന്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കിച്ചണിൽ വേസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡബ്ബയാണത്. അപ്പം അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ളത് ഫില്ലായിട്ടോ ഒന്നീ രാത്രിയിലോ അല്ലെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ ബിന്നിനകത്ത് കൊണ്ടിടുന്നത്. ഈച്ചയെ കണ്ടോ, അതാണ് നമുക്ക് ലാർവകളെ തരുന്ന കടന്തലിന്റെ കൂട്ടുള്ള ഈച്ച എന്ന് പറയുന്നത്. അത് വന്നിതാ മുട്ടയിടും. അതാണ് ഈ മഞ്ഞ കളറിലെ കുരുവിനോ കുഞ്ഞ് കണ്ടില്ലേ, അതതിന്റെ മുട്ടയാണ്. അപ്പൊ ഇത് ആ അടപ്പിനകത്തും മുട്ടകൾ കാണാം. ഇങ്ങനെ മുട്ടകൾ വരണം.
ആ ഈച്ച വന്ന് മുട്ടയിട്ട് ഈ മുട്ടകൾ വിരിഞ്ഞാണ് ആ പുഴുക്കളാവുന്നത്. ഈ പുഴുക്കള് കോഴിക്ക് നല്ല ഒരു ആഹാരമാണ്. നല്ല മുട്ട കിട്ടാൻ കോഴികൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഒട്ടും സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഈച്ചകള് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല മഴയാണ്, അതിന്റെ ആണോ എന്നറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഈച്ചകളും കാണാറില്ല കേട്ടോ. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇനോക്കുലം ഈ ചാക്കിന് ഒരു ചാക്കാണ്. ഈ ഒരു ചാക്ക് കൊണ്ട് ഞാൻ ഓൾറെഡി 3 ട്രം ഫുൾ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇത്രയും കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഇനോക്കുലം തീർന്നാല് ഫാമിലൊക്കെ കിട്ടുമെന്ന് പറയുന്നു. എനിക്കതേ കുറിച്ച് അറിയില്ല. ഓൺലൈൻ വാങ്ങാൻ കിട്ടും. എന്തായാലും അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കി വെച്ച ഓൾറെഡി ഉണക്കി വെച്ച വളമുണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. അടുത്ത ചാക്കിലതാണ് ചകിരിച്ചോറ്. അപ്പൊ ഇനോക്കുലം ഒരു 2 പിടി ഞാൻ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഈ ചകിരിച്ചോറ് ഞാൻ രണ്ടാമത് ചെയ്തതാണ്. അത് പെട്ടെന്ന് നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ, കാലാവസ്ഥ കാരണം. അപ്പം വെയിലത്തിട്ട് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയാൽ ഏറ്റവും നല്ലത്. കാരണം ഈർപ്പം വലിച്ചെടുക്കാൻ നന്നായിട്ട് ഉണങ്ങിയ ചകിരിച്ചോറാണ് നല്ലത്. അപ്പം അതും കുറച്ചിട്ട് കൊടുക്കും. ഇതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഇനോക്കുലം ഇത്രയും നാൾ നിന്നത് കേട്ടോ. കാരണം ഫുൾ ഞാൻ അത് മാത്രമല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്. പലരും ചകിരിച്ചോറിന് പകരം അറക്കപ്പൊടി യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനോക്കുലം ഇടാതെ തന്നെ അറക്കപ്പൊടി ഇട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇതിനകത്തൊക്കെ നന്നായിട്ട് പുഴുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഈച്ച വന്ന് മുട്ട ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്മെല്ലും ഇല്ല. നിങ്ങൾ അതേക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട. നാരങ്ങാത്തോട് ഓറഞ്ച് തോടൊന്നും ഇടല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇടയ്ക്ക് അറിയാതൊക്കെ അതിനകത്ത് വന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാന് ആദ്യം ബേസനിൽ ചെയ്ത കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഇതിനകത്തൊന്നും ഒന്നും ഇല്ലാതെ, അതുകൊണ്ട് മുളക് തൈകൾ പിരിച്ചു നട്ടേക്കുവാണ് കേട്ടോ. 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇലപ്പുഴു ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഇലകളൊക്കെ തിന്നു തുടങ്ങി. ഇനി നോക്കണം, രാത്രി നോക്കിയാലേ അതിനെ കിട്ടത്തുള്ളൂ. പിന്നെ പുതിയ തൈകൾ ഇങ്ങനെ പാകി വെച്ചിരിക്കുന്നു. എനിക്ക് മണ്ണിന് ബുദ്ധിമുട്ടാണ്. അപ്പം എന്റെ ആദ്യത്തെ ഏറ്റവും അടിയിലത്തത് നിറഞ്ഞു കഴിഞ്ഞ് മാറ്റിയിട്ട് രണ്ടെണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ രണ്ടാമത്തെ ഡബ്ബ നിറഞ്ഞു. അതിനകത്ത് താണ്ട വിത്തുകളൊക്കെ കിളിർത്തു തുടങ്ങി കേട്ടോ. അതിന്റെ പുഴുക്കൾ നോക്കിക്കേ. അതിന്റെ അടിയിലത്തെ എല്ലാം തിന്ന് കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിലിട്ട് കൊടുത്താല് നല്ലതാണ്. ഇപ്പൊ കമ്പോസ്റ്റിൽ നിന്നുള്ള വെള്ളം, അതായത് ആ സ്ലറി വീഴുന്നുവെങ്കിൽ ഏറ്റവും താഴത്തെ ട്രേ ഇല്ലേ, അതിനകത്താണ് വീഴുന്നത്. അതിൽ നിന്ന് എടുത്ത് വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പൊ ഞാനിത് മുറ്റത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മീനോ ബീഫോ അങ്ങനെയുള്ളതൊന്നും ഇടാറില്ല കേട്ടോ. മീനിന്റെ കറികൾ ബാക്കി വന്നാലോ ഒന്നും ഇടാറില്ല. കാരണം പട്ടിയോ പൂച്ചയോ മറിച്ചിട്ടാലോ ഒന്നും പേടിച്ചിട്ടാണ്. ബാക്കിയുള്ളതെല്ലാം ഇടാറുണ്ട്. ചോറ് ഇടാറുണ്ട്. പിന്നെ കറികളാണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അതിന്റെ കഷ്ണങ്ങൾ ഇടാറുണ്ട്. ഇടാൻ പറ്റാത്തതായിട്ട് നാരങ്ങാത്തോട്, ഓറഞ്ച് ഇങ്ങനെയൊക്കെയുള്ളതേ ഉള്ളൂ ഇടരുതെന്ന് പറയുന്നത്. അതിന്റെ റീസൺ എനിക്കറിയില്ല. എന്നാൽ എന്റെ ഇതിനകത്ത് ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തുറക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഗന്ധമാണ്. തല മയങ്ങുന്ന ഒരു ഗന്ധമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെടുത്ത് മാറ്റുകയും ചെയ്യരുത്. എത്ര ദിവസമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഞാനിതുപോലെ ഒരു ട്രം നിറയുമ്പോൾ അതിന്റെ മുകളിലോട്ട് അടുത്തത് എടുത്ത് വെക്കും. അത് അടിയിലിരുന്ന് അങ്ങ് കമ്പോസ്റ്റ് ആയിക്കോളും. നല്ല പൊടിയായി കഴിയുമ്പോൾ ഇതിനകത്തെ ലാർവകളും കുറയും. അത് വിരിഞ്ഞു പോകുന്നതായിരിക്കാം, പറന്നു പോകുന്നതായിരിക്കാം, അറിയില്ല. എന്തായാലും നന്നായിട്ട് പൊടിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ മാത്രം ഇതിൽ നിന്നും മാറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് മറ്റത് നിറഞ്ഞു വരും. കാരണം 3 ഡ്രം ഉണ്ടല്ലോ ഓൾറെഡി. ഇനി മുകളിലത്തെ ഡ്രമ്മില് പുഴുക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പുഴുക്കളെ നമുക്ക് എടുത്ത് മുകളിലത്തെ ഡബയ്ക്കകത്തോട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. ഈ കമ്പോസ്റ്റിന് ഒരു സ്മെല്ലും ഇല്ല. നമ്മുടെ കയ്യിൽ നമുക്ക് എടുത്താൽ ഒരു സ്മെല്ലും ഇല്ല. ഈ സ്മെല്ലൊക്കെ കുറയ്ക്കാനാണ് നമ്മൾ എക്സ്ട്രാ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും അടിയിലെ ഡബ്ബ നിറഞ്ഞു, നന്നായിട്ട് കമ്പോസ്റ്റ് ആയി. ഞാൻ ഇത്തിരി ഒന്ന് ഈർപ്പം കുറയാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി അതിനുശേഷം അതിനെ ഒരു ചാക്കിലോട്ട് നിരത്തിയിട്ടാല് ഒന്ന് വെയിലത്ത് വെച്ചൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം. അതിനകത്ത് ഇപ്പൊ പുഴുക്കളൊന്നും ഇല്ല കേട്ടോ. നല്ല പൊടിയായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മാങ്ങാണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാലേ, നമ്മളിത് വളമായിട്ട് ഇടുമ്പോഴൊക്കെ ഇതിനകത്തുനിന്ന് ധാരാളം തൈകൾ നമുക്ക് കിട്ടുന്നുണ്ട്. തക്കാളി, മുളക്. കാരണം നമ്മൾ ഈ വേസ്റ്റ് എല്ലാം, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇടുന്നില്ലേ, അപ്പൊ അതിന്റെയൊക്കെ വിത്ത് കമ്പോസ്റ്റ് ആവത്തില്ല. അത് വിത്തായിട്ട് കിടക്കും. അതിൽ നിന്ന് ചിലപ്പോൾ കിളിച്ചു വരും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ചെടികളുടെ മൂട്ടിലിടുമ്പോൾ അവിടെ കിടന്ന് കിളിർത്ത് വരുമ്പോഴായിരിക്കും വിത്തായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, അത് തൈയാണെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു ഡബ്ബയ്ക്കകത്ത്
ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇടുന്നത് കമ്പോസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുമല്ലേ, വീണ്ടും അതിനകത്തോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുമല്ലേ. അതുകൊണ്ട് ഈ ഒരു ഡബ്ബയ്ക്കകത്ത് ധാരാളം നമുക്ക് കമ്പോസ്റ്റ് കിട്ടും. എന്റെ 3 ഡബ്ബ ഇപ്പൊ നിറഞ്ഞു കഴിഞ്ഞു. അതിന്റെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആദ്യത്തെ ആ ഒരു ട്രമ്മിൽ നിന്നും കിട്ടിയതാണ് ഇത്രയും. ഇപ്പം വെയിലില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാനിത് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ കേട്ടോ, ഒന്ന് നിരത്തി ഇട്ടതേ ഉള്ളൂ. ഇത് വെയിലുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഉണങ്ങിയ ശേഷം നമുക്ക് ചാക്കിലോ ഏതെങ്കിലും പാത്രത്തിലോ ആക്കി വെക്കാം. എന്റെ രണ്ടാമത്തത് ഡബ്ബയും നിറഞ്ഞു കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളം വാലാനായിട്ട്. ഇതൊന്ന് കെട്ടി മാറ്റിയിട്ട് വേണം അടുത്തതിനെ എനിക്ക് നിരത്താനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറിയെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് എന്റെ അറിവില് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിൽ ഗ്രൂപ്പ് വരും, വാട്സപ്പിൽ മെസ്സേജ് വരും, ആവശ്യമുള്ളവര് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചക്കകം സാധനം കിട്ടും. അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നറിയില്ല. എന്തായാലും കമന്റ് ഇടാൻ മറക്കല്ലേ. ഞാനിട്ട ഫുഡ് വേസ്റ്റിനകത്ത് അല്പം ഈർപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ കമ്പോസ്റ്റും ഇങ്ങനെ ഈർപ്പം പിടിച്ചിരിക്കുന്നത്. അല്ലെ നല്ല പൊടിയായിട്ട് നല്ല ഉണങ്ങിയായിരിക്കും കിട്ടുന്നത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.